ഫ്രണ്ട്സ്, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുമ്പളങ്ങായും തക്കാളിയും കൊണ്ടുള്ള ഒഴിച്ചുകറി തേങ്ങാപ്പാലും കൊണ്ട് നല്ല ടേസ്റ്റായ ഈ ഓണത്തിന് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് കുമ്പളങ്ങായും തക്കാളിയും കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്, സിമ്പിൾ ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കുമ്പളങ്ങയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വേണ്ട, ഇതിൻ്റെയും പകുതി മതി. നമുക്കിതൊന്ന് മുറിച്ചൊന്ന് കട്ട് ചെയ്ത ശേഷം ഒന്ന് അരിഞ്ഞിട്ട് കാണിക്കാം. നമ്മുടെ കുമ്പളങ്ങ തക്കാളി കറിക്ക് വേണ്ട സാധനങ്ങളാണ്. ഒരു കുമ്പളങ്ങ, കാണിച്ച കുമ്പളങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വലിപ്പത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, 10-12 കൊച്ചുള്ളി, 2-3 കഷ്ണം വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കരിയാപ്പല, 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കുമ്പളങ്ങ എൻ്റെ കൂട്ടുകാരി തന്നാണ്. എനിക്ക് കുമ്പളങ്ങ ഞങ്ങളുടെ വീട്ടിലില്ല. ഒരാളും എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നാണ് ഈ കുമ്പളങ്ങ. അന്നപ്പം ഈ കറി വെച്ച് നിങ്ങൾ വീഡിയോ ഇടാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഈ ഓണത്തിന് നിങ്ങൾ ഈ കുമ്പളങ്ങ കറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ആദ്യമേ നമുക്ക് ഈ ചുമന്നുള്ളി ഒന്ന് ചതച്ചെടുക്കണം. നമ്മുടെ ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്ന ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്, നാടൻ കറിയല്ലേ വെക്കുന്നത്, അപ്പം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നമുക്ക് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കും. എണ്ണ നല്ലവണ്ണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉള്ളി ഇടാം. ചതച്ചുകൊണ്ട് വന്ന ഉള്ളി ഒന്ന് നല്ല സോഫ്റ്റായി വഴന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഓരോന്നായി ഇടാം. നമുക്ക് ഇതൊന്ന് വഴറ്റാൻ വേണ്ടി സ്വല്പം ഉപ്പൊന്നിടാം. നല്ലോണം ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം നമുക്ക് കരിയാപ്പലയും വെളുത്തുള്ളിയും ഇഞ്ചി ഇതിലേക്ക് ഇടാം. രണ്ട് പച്ചമുളക് എടുത്തിരുന്നു, അത് ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമ്മുടെ കുമ്പളങ്ങ ഇതിലേക്ക് ഇടാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി. ശേഷം നല്ലോണം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുമ്പളങ്ങ മഞ്ഞളും ഉള്ളിയും എല്ലാം കൂടെ നല്ലോണം വഴന്നു വന്നു. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി ഇടണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 കപ്പ് 2-ാം പാൽ ഇതിലേക്ക് ഒഴിക്കണം. തേങ്ങാപ്പാലാണ് 2-ാം പാൽ. 1/2 കപ്പ് 1-ാം പാലും വേണം, 1 കപ്പ് 2-ാം പാലും വേണം. ഇത് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. കറി കുമ്പളങ്ങ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അന്ന സമയം നമുക്ക് നമ്മുടെ തക്കാളി എടുത്ത് വെച്ചത് തീരെ ചെറുതല്ലാതെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇതിലേക്കിടാം. ശേഷം 1/4 കപ്പ് വെള്ളത്തിനകത്ത് ചെറിയൊരു കഷ്ണം പുളി പിഴിഞ്ഞ് അതും കൂടെ ഒഴിക്കും. നമുക്ക് മിക്സ് ചെയ്ത ശേഷം നല്ലോണം വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കാം. കറി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. നല്ല കഷ്ണമൊക്കെ നല്ലോണം വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ട് ഇനി ഒന്നുകൂടെ പറ്റിയിട്ട് ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു സാധനം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ രുചി കൂട്ടുന്നത്. നമുക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടാണ് ഇത് കൂട്ടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇച്ചിരി കഴിഞ്ഞിട്ട് പറ്റി വരുമ്പോൾ, അത് കഴിഞ്ഞ് ഉലുവാപ്പൊടി ചേർത്ത ശേഷം നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കറി ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഉലുവാപ്പൊടി ഇടാം. ഉലുവാപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം
നമ്മുടെ അരക്കപ്പ് ഒന്നാം പാൽ കൂടെ ചേർക്കണം. നമ്മുടെ അരക്കപ്പ് ഒന്നാം പാൽ ഇതിനകത്തോട്ട് ചേർക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിള ഇങ്ങനെ വരുന്ന സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. കഷ്ണം 2 ഉള്ളി ഇട്ടു. വരുമ്പോൾ കുറച്ച് കടുകിട്ടു, 2 മുളകിട്ടു. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളിയും കടുകും കരിയാപ്പിലയും പത്തലമുളകും ഇട്ട് അതിന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് സ്വല്പം 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മൂപ്പിച്ച് നമുക്കിതിലേക്ക് ഒഴിക്കും. ശേഷം നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. നമ്മുടെ ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, ചോറിന് ഉപയോഗിക്കാം. ഇത് മൂടി വെക്കുക. മൂടി വെച്ച് 10 മിനിറ്റ് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.